അതെ, നമ്മുടെ സിസ്റ്റം ഇന്നലെ തകരാറായല്ലോ. ഒരു പാവം പിടിച്ച ഒരു കൊച്ച് കരണ്ട് അടിച്ച് മരിച്ചു. ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നല്ലേ, ഒരു 2-3 വർഷം മുമ്പ് ഒരു വാഴ കൃഷിക്കാരൻ്റെ വാഴ മുഴുവൻ വെട്ടി. സുരക്ഷാ മാനദണ്ഡം ഇലക്ട്രിക്കൽ ലൈൻ പോണതുകൊണ്ട് വാഴ ഒക്കെ വെട്ടിക്കളഞ്ഞു. അതായത് കൊലക്കാര വാഴകളാണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു മാനദണ്ഡം അവിടെ പാലിച്ച ബഹുമാനപ്പെട്ട അധികൃതർ ഒരു സ്കൂളിൻ്റെ മേളിൽ കൂടെ പോണ ലൈൻ ശ്രദ്ധിച്ചില്ല. ഇപ്പം പറയുന്നത് കൊച്ചിൻ്റെ കുറ്റമാണല്ലോ, കാരണം കൊച്ചു മേളിൽ കയറി. ലൈൻ വലിച്ചതല്ല കുറ്റം. നമ്മുടെ സിസ്റ്റം എന്നും തകരാറിലാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നും നാളെയൊക്കെ ഇങ്ങനെ സിസ്റ്റം തകരാറിൽ, ഇനി എത്രയോ സിസ്റ്റങ്ങൾ തകരാറിലാമായിരിക്കുന്നു. ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മന്ത്രി ചോദിക്കണ കേട്ടു, ഇവർക്കൊക്കെ എന്താ പണി, എന്താണ് നിങ്ങളുടെ പണി? എനിക്കതാ ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾ ഇപ്പം ഒരു പ്രഹസനം, തട്ടേക്കാട് ബോട്ട് ദുരന്തം കഴിഞ്ഞ് എല്ലാ ബോട്ടുകൾക്കും പരിശോധന ഫിറ്റ്നസ് പോയവർക്ക് പോയി. ഇപ്പം സ്കൂളുകളിൽ പരിശോധന വീണ്ടും. ആർക്ക് വേണ്ടി? പോയ ആളെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? 5 ലക്ഷം വീടും ആർക്ക്? ആളില്ലാതെ എന്ത് പൈസ, എന്ത് വീട്? നിങ്ങൾ ആദ്യം സിസ്റ്റം തകരാറിലാവാതിരിക്കാൻ എന്നും ശ്രദ്ധിക്കണം. ഡെയിലി നേരം വിളിക്കുമ്പോൾ തന്നെ സിസ്റ്റം ഓക്കെ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയാവും. വളരെ വളരെ വേദനാജനകമായ ഒരു മരണം. ആ കുഞ്ഞു മോന് പ്രണാമം.